ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോയിൽ ട്രെയിൻ യാത്രയാണ്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ ടു ഷൊർണൂർ വരെയുള്ള ട്രെയിൻ യാത്ര. കേരളത്തിൽ തന്നെ ഏറ്റവും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിൻ യാത്രകളുണ്ട്. ഒരുപാട് ഭാഗങ്ങളിൽ പെരിന്തൽമണ്ണ അവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ട്രെയിൻ യാത്രകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും കാണാൻ കാഴ്ചയുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നിലമ്പൂരിലെ ട്രെയിൻ സർവീസ് മാത്രമാണ്. കേരളത്തിലെ ട്രെയിൻ മേഖലകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഗവൺമെൻറ് ഒക്കെ അംഗീകരിച്ച് നല്ലൊരു മറ്റുള്ള അയൽ സംസ്ഥാനമായ തമിഴ്നാടിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ട്രെയിൻ യാത്രകളിൽ ട്രെയിൻ സ്റ്റേഷനുകളിലൊക്കെ നല്ല വൃത്തിയും അതുപോലെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഉള്ളത്. ഏറ്റവും നല്ല കാഴ്ചയാണ് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മലകളും കുന്നുകളും ഊട്ടി ട്രെയിനിൽ പോകുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും നമ്മുടെ ഈ നിലമ്പൂരിൽ നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ട്രെയിൻ ബ്രിട്ടീഷുകാരെ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിൻ്റെ സൈഡിലുള്ള മരങ്ങൾ അതുപോലെ കാഴ്ചകൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതായി ആണ് ഉള്ളത്. ഒരു മലയാളിയാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂട്ടിയത്. ബ്രിട്ടീഷുകാർ പണിത സമയത്ത് അവരുടെ ലാഭത്തിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ട്രെയിൻ പാത ഉണ്ടാക്കിയത്. അവർക്ക് ഓരോന്ന് കൊണ്ടുപോകാനും അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ കാഴ്ചകളിലുള്ള ഇത്തരത്തിലുള്ള ഈ റെയിൽവേ പാലങ്ങൾ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ നിർമ്മിച്ച റെയിൽ പാലങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും അവർ നശിപ്പിക്കാതെ തന്നെ വലിയൊരു ഉപകാരമാണ്. നമ്മുടെ അതിന് ശേഷമുള്ള ബ്രിട്ടീഷുകാർ ഇപ്പോൾ നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ട്രെയിൻ സംവിധാനം ഉണ്ടാകും എന്നുള്ളത് തന്നെ ഒരു ഡൗട്ടാണ്. അതുപോലെ തന്നെ അവർ പണിത ബ്രിഡ്ജുകളൊക്കെ പലതും പഴയ ബ്രിട്ടീഷുകാരെ പണിത ബ്രിഡ്ജുകൾ നശിക്കാനായി എന്ന് പറഞ്ഞിട്ട് പുതിയത് നമ്മൾ ഗവൺമെൻറ് എടുത്ത് നടത്തിയാൽ പോലും പുതിയത് കംപ്ലൈൻറ്റ് വരും എന്നല്ലാതെ പഴയത് അതുപോലെ ആ സ്ട്രോങ്ങിൽ തന്നെ അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അത്രമാത്രം എഞ്ചിനീയറിങ് പ്ലാനുകളാണ്. ഡാമുകൾ അതൊക്കെ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഡാമാണിത്. എന്ത് ഗ്യാരണ്ടിയാണെന്നുള്ളത് ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടിയില്ല. അത് ഉണ്ടാക്കിയ ആ ഒരു പവർ കൊണ്ടാണ് ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ റെയിൽവേ ട്രാക്ക് പോകണം. ഇത് ഗവൺമെൻറ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി പണികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിത്തറ വന്നിട്ട് ബ്രിട്ടീഷുകാരാണ് ചെയ്തപ്പെട്ടതാണ്. അതിലേറ്റവും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് തന്നെ ഒരുപാട് നേരം ഇരിക്കുന്നു പോകാനും ഒരുപാട് കാണാനും ഒക്കെ ആയിട്ട് തന്നെ വളരെ സുന്ദരത്തോടു കൂടി ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു കാഴ്ചയായിരിക്കും ഇത്.